അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണേ. ഇന്നെന്താ സ്പെഷ്യൽ എന്നല്ലേ? നല്ല മട്ടേരി ചോറുണ്ട്, മുട്ട തോരനുണ്ട്, നമ്മുടെ ബീൻസ് പയറും മെഴുക്ക് പുരട്ടിയുണ്ട്. ഇത് പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വലിയ സീനാക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ നല്ല ഫ്രൈ ആക്കി എടുത്തതാണേ. കരിഞ്ഞു പോയി. പക്ഷേ ഇത് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. നമ്മുടെ ഉണക്കമീൻ കരിഞ്ഞതാൽ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. പക്ഷേ ഈ പയർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അതെന്താണെന്നറിയാമോ? രാവിലെ തന്നെ എൻ്റെ ഡാഡിക്കൂള് എന്തെങ്കിലും ജോലി എടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ എനിക്ക് അപ്പോൾ ഒരു കോള് വരും. മക്കളെ പണിയൊക്കെ കഴിഞ്ഞാ? പിള്ളേർ സ്കൂളിൽ പോയാ? ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം, ജോലിയൊക്കെ തീരട്ടെ. ആണോ? ഇപ്പോൾ എന്താ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചൊരു വിശദീകരണമുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണി 7:30 ആ 7:00-ക്കുള്ളിൽ എനിക്കൊരു കോൾ ഉള്ളതാണ്. സമയമില്ലെന്ന് പറഞ്ഞാലൊന്നും തന്തപ്പടി സമ്മതിക്കത്തില്ല. തന്തപ്പടി ഇല്ലെങ്കിൽ തള്ളപ്പടി വിളിക്കും. അച്ഛൻ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ വിളിക്കും എന്തായാലും. അപ്പോൾ രണ്ടുപേരും എങ്ങനെ പോയാലും എനിക്ക് രാവിലെ എൻ്റെ ഒരു 5-10 മിനിറ്റ് അതിനുവേണ്ടി ഞാൻ മാറ്റി വെക്കുന്ന നേരം കൊണ്ട് എൻ്റെ ഇത് കഴിഞ്ഞു പോയതാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷേ ഇത് ഞാൻ പിള്ളേർക്കൊന്നും കൊടുത്തൊന്നും വിട്ടത്തില്ല. ഇത് എനിക്ക് മാത്രം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മെഴുക്ക് പുരട്ടികൾ. എനിക്ക് ഈ ചാറ് കറിയെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനത്തെ കറികളൊക്കെയാണ് ഇഷ്ടമേ. നമുക്ക് ഒഴിച്ചേറിയായിട്ട് നമുക്ക് മോര് കാച്ചിയതാണ് ഉള്ളത്. പക്ഷെ ഞാൻ അതെടുത്തൊന്നുമില്ല, എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിത് നമ്മുടെ മുട്ട തോരൻ. ഈ മുട്ട തോരൻ നിങ്ങൾക്ക് വെക്കാൻ അറിയാമോ? ഈ മുട്ട തോരൻ വെക്കുന്നത് തേങ്ങ വേണം കേട്ടോ. തേങ്ങയും പച്ചമുളക് സവോളയും എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് വാട്ടിയിട്ട്, കടുക് പൊട്ടിച്ചിട്ട് വാട്ടിയിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചിട്ട് ഈ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവണം. അപ്പോഴത്തേനും നമ്മുടെ മുട്ട ഇട്ട് ചിക്കി പൊരിക്കില്ലേ, അതുപോലെ ചെയ്തേക്കുന്നത്. അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നല്ലതാണേ. അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം. ആ മോരൊക്കെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് ചെയ്യുമ്പോൾ ഒരു പുളി വരത്തില്ല. എനിക്ക് ആ പുളി അത്ര വലിയ ടേസ്റ്റ് എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഇവിടെ ബിജോ ചേട്ടന് മാത്രം മതി ഈ ചാറ് കറിയൊക്കെ. ഇവിടെ എനിക്കും പിള്ളേർക്കും ഒക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും തോരനോ മെഴുക്ക് പുരട്ടിയോ ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ ബിജോ ചേട്ടന് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സാമ്പാറോ, അല്ലെങ്കിൽ സാമ്പാർ വെച്ചാൽ നല്ല ചിലവാണ് ഇവിടെ. കാരണം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കും, ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിലെല്ലാം പൊക്കോളും. പിന്നെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തോരനോ മെഴുക്ക് പുരട്ടിയോ അതൊക്കെയല്ലേ നല്ലത്. കൊള്ളാം. ആ പയറും മെഴുക്കുപുരട്ടി ആ മുരിങ്ങേൻ്റെ ഇങ്ങനെ ഒന്ന് മൊരിച്ച് കഴിച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. കാര്യമാക്കണ്ട, കരിഞ്ഞു പോയതാ, ആരും സീനാക്കണ്ട. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, കരിഞ്ഞതാണെങ്കിൽ പോലും ബീൻസ് പയറായതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ആശ എന്നിട്ട് ചട്ടിയിലിട്ട് കഴിക്കും. ഇപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കുന്നതൊക്കെ കുറവാണ്. ഇപ്പം എണ്ണ, അതുപോലെ എന്താ പറയുക, ഒരുപാട് ഗ്രേവി മസാലകൾ ഇപ്പം നമ്മളങ്ങനെ ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ കഴിക്കലൊക്കെ കുറവാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചട്ടിക്ക് വേണ്ടി അടി ഉണ്ടാക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ വാരി വലിച്ച് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ നിങ്ങളെ മുന്നിൽ നോക്കിയിട്ട് എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വാരി വലിച്ചും കഴിക്കാമല്ലോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു ഫുഡൊക്കെ കഴിച്ചാൽ ബൈ.